മുസ്ലിം ലീഗിന്റെ ഉപമുഖ്യമന്ത്രി പദവി സംബന്ധിച്ച കാര്യം ഉന്നതാധികാര സമിതി ചർച്ച ചെയ്യുമെന്ന് നിയുക്ത കോട്ടക്കൽ എംഎൽഎ കെ ആബിദ് ഹുസൈൻ തങ്ങൾ. മന്ത്രി പദവികൾക്കായി പാർട്ടി സമ്മർദ്ദം ചെലുത്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ലീഗിന്റെ ശക്തിക്കനുസരിച്ചുള്ള തീരുമാനം UDF എടുക്കുമെന്നാണ് കരുതുന്നത്. താൻ വിദ്യാഭ്യാസ മന്ത്രിയാകുമോ എന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയും എന്നായിരുന്നു ആബിദ് ഹുസൈൻ തങ്ങൾ 24നോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. നമ്മളിപ്പം അതിന്റെ ഒരു പ്രഷറൈസിംഗ് ഫാക്ടർ ആക്ട് മുസ്ലിം ലീഗ് ഒരിക്കലും ആകാറില്ല എന്ന് കുഞ്ഞാലി സാഹിബും തങ്ങളും കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ അത് വെച്ചല്ല മുസ്ലിം ലീഗിന് ആവശ്യമായത് അനുവദിച്ച് കിട്ടേണ്ടത് വേണ്ടത് എന്താ വെച്ചാൽ അത് പാർട്ടി കൂടി തീരുമാനിച്ച് അതിന്റെ നയവും നിലപാടുകളും ഒക്കെ വ്യക്തമാക്കുമായിരിക്കും. പാർട്ടി നേതൃത്വം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഉന്നതാധികാര സമിതിയും ഉത്തരവാദിത്തപ്പെട്ട ബഹുമാനരായ നേതാക്കന്മാരും ഇരുന്ന് ആലോചിച്ച് എടുക്കുന്ന ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടായിരിക്കും മുന്നണിയുമായി സംസാരിക്കുക, മുന്നണി നേതൃത്വമായി കോൺഗ്രസിന്റെ നേതൃത്വമായി സംസാരിക്കുക. അതൊക്കെ അവർ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. പാർട്ടി എന്നുള്ള നിലക്ക് പിന്നെ 22 അംഗങ്ങൾ മുസ്ലിം ലീഗിനെ വിജയിപ്പിക്കാൻ സാധിച്ചില്ല. 22 അംഗങ്ങളെ വിജയിപ്പിക്കാൻ സാധിച്ചു. മുസ്ലിമിന്റെ സ്ട്രെങ്തും മുസ്ലിമിന്റെ ശക്തിയും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് ബോധ്യമാണല്ലോ. അതിന് പിന്നെ അതനുസരിച്ച് മുന്നണി സംവിധാനത്തിൽ തീരുമാനമെടുക്കുന്നതുണ്ടെങ്കിൽ അത് ഗുണകരമായ തീരുമാനമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.